ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടും ദൈവത്തെ മുറുകെ പിടിച്ച ദൈവഭക്തനായ യോബിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് ഊസ് എന്നൊരു ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. അയാൾ ദൈവഭക്തനും കരുണയുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിന് 10 മക്കളുണ്ടായിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും. അദ്ദേഹത്തിന് 7000 ഒട്ടകങ്ങളും 3000 ആടുകളുമുള്ള ഒരു വലിയ ഗൃഹസമ്പത്ത് ഉണ്ടായിരുന്നു. മക്കളുടെ പിറന്നാൾ ദിവസങ്ങളിൽ അവർ ഒത്തുകൂടുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവദൂതന്മാരെല്ലാവരും ദൈവത്തെ കാണാൻ പോവുകയായിരുന്നു. അതിൻ്റെ കൂടെ സാത്താൻ. ദൈവം സാത്താനോട് ചോദിച്ചു, സാത്താനെ, നീ എവിടെ പോയിട്ട് വരികയാണ്? സാത്താൻ ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ പോയി നിന്റെ പ്രജകളെ കണ്ടിട്ട് വരികയാണ്. ദൈവം സാത്താനോട് ചോദിച്ചു, അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സാത്താൻ പറഞ്ഞു, അതെ എല്ലാവർക്കും അവിടെ സുഖം തന്നെ. പക്ഷെ യോബ്, അവനെ നീ ഒരുപാട് അനുഗ്രഹിച്ചു, അതുകൊണ്ടാണ് അവൻ നിന്നെ ആരാധിക്കുന്നത്. നീ അവൻ എന്തെങ്കിലും കഷ്ടതകൾ കൊടുത്തു നോക്കൂ, അവൻ ഉറപ്പായി നിന്നെ തള്ളിപ്പറയും. അപ്പോൾ ദൈവം പറഞ്ഞു, നീ യോബിൽ തന്നെ പരീക്ഷിച്ചു നോക്കും, പക്ഷെ ഒരു കാര്യം, അവന്റെ ജീവൻ മാത്രം എടുക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് യോബിന്റെ അടുത്തൊരാൾ വന്ന് പറയുന്നു, തന്റെ ബൃഹസമ്പത്ത് മൊത്തം കൊള്ളക്കാർ കൊണ്ടുപോയിരുന്നു, ജോലിക്കാരെ കൊന്നു കളഞ്ഞു. അപ്പോൾ തന്നെ വേറൊരാൾ വന്ന് പറയുന്നു, തന്റെ മൂത്ത മകന്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഒരു വലിയ കാറ്റ് വീശി ആ വീട് അവരുടെ വീണ് അവർ മരിച്ചു പോയിരുന്നു. ഇത് കേട്ട് യോബ് അലറി കരഞ്ഞു, വസ്ത്രങ്ങൾ കീറി. കുറച്ച് ദിവസത്തിന് ശേഷം യോബിന്റെ ദേഹം മൊത്തം പഴുക്കൾ കൊണ്ട് നിറഞ്ഞു. അത് പഴുത്ത് വല്ലാത്ത വേദനയായി. അപ്പോൾ യോബിന്റെ ഭാര്യ വന്ന് യോബിനോട് ചോദിച്ചു, താൻ എന്തിനാണ് ഈ ദൈവഭക്തി കൊണ്ട് നടക്കുന്നത്? പോയി ചത്തുകൂടിയെന്ന്. അപ്പോൾ യോബ് പറഞ്ഞു, ദൈവത്തിൽ നിന്ന് നാം നന്മ സ്വീകരിക്കുന്നു, അതേപോലെ തിന്മയെ സ്വീകരിക്കേണ്ട. അപ്പോഴും യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. എന്നിട്ട് യോബിനെ കാണാൻ യോബിന് 4 സുഹൃത്തുക്കൾ വന്നു. എലീഫസ്, ബിൽദാദ്, എലീഹു, സോഫർ. ഇവരെല്ലാവരും യോബിനെ കുറ്റപ്പെടുത്തി പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചു. എന്നിട്ടും ഇവർക്ക് വേണ്ടി യോബ് പ്രാർത്ഥിച്ചു. തന്നെ നോപ്പിച്ച സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യോബിനെ കണ്ട് ദൈവം യോബിനെ അനുഗ്രഹിച്ചു. യോബിന് നേരത്തെക്കാൾ ഇരട്ടി ഗൃഹസമ്പത്തുണ്ടായി. യോബിന് വീണ്ടും 10 മക്കൾ ജനിച്ചു. അങ്ങനെ ദീർഘകാലം ജീവിച്ച് വൃദ്ധനായി യോബ് മരിച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ജീവിതത്തിൽ കഷ്ടകാലങ്ങൾ വരുമ്പോൾ